നമസ്കാരം, GK കറൻസിലേക്ക് സ്വാഗതം. ഇന്ത്യൻ വംശജയായ സ്പേസ് യാത്രിക സുനിത വില്യംസ് 9 മാസത്തിലേറെ കാലം നീണ്ടുനിന്ന ബഹിരാകാശ ജീവിതത്തിന് ശേഷം ഭൂമിയിൽ തിരിച്ചെത്തിയതിൻ്റെ വിശേഷങ്ങളാണ് എങ്ങും. 2024 ജൂൺ 5 10 ദിവസത്തെ ദൗത്യത്തിനായാണ് സുനിതയും സഹയാത്രികൻ ബുച്ച് വിൽമോറും രാജ്യാന്തര ബഹിരാകാശ നിലയം എന്ന ISSലെത്തിയത്. ഇവർ സഞ്ചരിച്ച ബോയിങ് സ്റ്റാർലൈനർ പേടകത്തിന് തകരാർ സംഭവിച്ചതോടെ മടക്കയാത്ര അനന്തമായി നീണ്ടുപോവുകയായിരുന്നു. ഒടുവിൽ 2025 മാർച്ച് 19 സ്പേസ് എക്സിൻ്റെ ഡ്രാഗൺ ക്യാപ്സ്യൂൾ പേടകത്തിൽ സുനിത വില്യംസ് ഭൂമിയിൽ തിരിച്ചെത്തി. ഏറെക്കാലം വാർത്തകളിൽ നിറഞ്ഞു നിന്ന ബഹിരാകാശ നിലയത്തെക്കുറിച്ചും ബഹിരാകാശ ദൗത്യങ്ങളെക്കുറിച്ചുമാണ് ഇത്തവണ GK കറൻസിൽ ചർച്ച ചെയ്യുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് 100 കിലോമീറ്റർ ഉയരത്തിൽ നിന്ന് മുകളിലേക്കാണ് ബഹിരാകാശമായി കണക്കാക്കപ്പെടുന്നത്. കാർമൻ ലൈൻ എന്നാണ് ഈ സാങ്കല്പിക അതിർത്തി രേഖയ്ക്ക് പേര്. ഭൂമിയിൽ ഒരു രാജ്യത്തിൻ്റെയും സ്വന്തമല്ലാത്ത ഇടമാണ് ബഹിരാകാശം. 1967 ജനുവരിയിൽ അമേരിക്കയും റഷ്യയും ബ്രിട്ടനും ചേർന്ന് ഔട്ടർ സ്പേസ് ട്രീറ്റി എന്നൊരു ബഹിരാകാശ ഉടമ്പടി ഉണ്ടാക്കി. ഒക്ടോബർ 10 ഉടമ്പടി പ്രാബല്യത്തിൽ വന്നു. ഇതനുസരിച്ചാണ് ബഹിരാകാശം ആരുടെയും സ്വന്തമല്ലാതായത്. ഭൂമിക്ക് പുറത്തുള്ള ഒരു വസ്തുവിനും ആർക്കും അവകാശമുന്നയിക്കാൻ കഴിയില്ല. അവ എല്ലാവരുടേതുമാണ്. സമാധാനപരമായ ആവശ്യങ്ങൾക്കും ഗവേഷണങ്ങൾക്കുമായി ആർക്കും ബഹിരാകാശത്തിനെയും മറ്റ് ജ്യോതിർഗോളങ്ങളെയും പ്രയോജനപ്പെടുത്താം. ഔട്ടർ സ്പേസ് ട്രീറ്റി ഉടമ്പടിയിൽ ഇന്ത്യ ഉൾപ്പെടെ 100-ലേറെ രാജ്യങ്ങൾ ഇപ്പോൾ ഒപ്പുവച്ചിട്ടുണ്ട്. 1957 സോവിയറ്റ് യൂണിയൻ വിക്ഷേപിച്ച സ്പുട്നിക് 1 ആണ് ആദ്യത്തെ കൃത്രിമോപഗ്രഹം. ഈ വിക്ഷേപണത്തോടുകൂടിയാണ് ബഹിരാകാശ യുഗം ആരംഭിക്കുന്നത്. രാജ്യാന്തര തലത്തിൽ ഒക്ടോബർ 4 മുതൽ 10 വരെ ബഹിരാകാശ വാരമായി ആചരിക്കുന്നു. 1999 മുതലാണ് ബഹിരാകാശ വാരം ആചരിച്ചു തുടങ്ങിയത്. UN ആണ് നേതൃത്വം നൽകുന്നത്. സ്പുട്നിക് വിക്ഷേപിച്ച ഒക്ടോബർ 4, ഔട്ടർ സ്പേസ് ട്രീറ്റി പ്രാബല്യത്തിൽ വന്ന ഒക്ടോബർ 10 എന്നീ 2 സംഭവങ്ങളെ കോർത്തിണക്കിയാണ് രാജ്യാന്തര ബഹിരാകാശ വാരം ആചരിക്കുന്നത്. 63 വർഷം മുൻപായിരുന്നു മനുഷ്യൻ ആദ്യമായി ബഹിരാകാശ സഞ്ചാരം നടത്തിയത്. 1961 ഏപ്രിൽ 12 സോവിയറ്റ് പൗരൻ യൂറി ഗഗാറിൻ വോസ്റ്റോക്ക് 1 പേടകത്തിൽ ആദ്യമായി ഭൂമിയെ വലം വെച്ചു. മനുഷ്യൻ്റെ ബഹിരാകാശ സഞ്ചാരത്തിൻ്റെയും താമസത്തിൻ്റെയും തുടക്കമായിരുന്നു അത്. 108 മിനിറ്റായിരുന്നു ഗഗാറിൻ ബഹിരാകാശത്ത് ഉണ്ടായിരുന്നത്. ആദ്യകാല ബഹിരാകാശവാസം പേടകങ്ങളിലായിരുന്നു. നീണ്ടകാലം ബഹിരാകാശവാസം സാധ്യമാണെന്ന് ആദ്യം തെളിയിച്ചത് നാസയുടെ സ്കൈലാബാണ്. 1973 മുതൽ 1974 വരെ 171 ദിവസമായിരുന്നു ഇതിൽ മനുഷ്യവാസം. വർഷങ്ങൾ നീളുന്ന ബഹിരാകാശ പ്രവാസം തുടങ്ങുന്നത് 1986 സോവിയറ്റ് യൂണിയൻ മിർ ബഹിരാകാശ നിലയം വിക്ഷേപിച്ചതോടെയാണ്. പിന്നീടാണ് രാജ്യാന്തര ബഹിരാകാശ നിലയം രൂപം കൊണ്ടത്. ബഹിരാകാശത്ത് ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന അത്യാധുനിക ഗവേഷണ ലബോറട്ടറിയാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം. ബഹിരാകാശത്ത് മനുഷ്യൻ സ്ഥാപിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഒറ്റ നിർമ്മിതിയാണ് ISS. അമേരിക്കയുടെ ബഹിരാകാശ ഗവേഷണ ഏജൻസിയായ നാസ, റഷ്യയുടെ റോസ്കോസ്മോസ്, ജപ്പാൻ്റെ ജാക്സ, യൂറോപ്യൻ സ്പേസ് ഏജൻസി ESA, കനേഡിയൻ സ്പേസ് ഏജൻസി CSA എന്നീ ബഹിരാകാശ ഏജൻസികളുടെ സംയുക്ത പദ്ധതിയാണ് ഈ നിലയം. ഭൂമിയിൽ നിന്നും 402 കിലോമീറ്റർ അകലെയാണ് രാജ്യാന്തര ബഹിരാകാശ നിലയം പ്രവർത്തിക്കുന്നത്. 15 രാജ്യങ്ങളാണ് ISSൻ്റെ നിർമ്മാണത്തിൽ പങ്കാളികളായിട്ടുള്ളത്. USA, റഷ്യ, കാനഡ, ജപ്പാൻ എന്നീ രാജ്യങ്ങളും യൂറോപ്യൻ സ്പേസ് ഏജൻസിയിലെ അംഗരാജ്യങ്ങളുമാണ് ISS നിർമ്മാണത്തിന് പിന്നിൽ. ബെൽജിയം, ഡെൻമാർക്ക്, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, നെതർലൻഡ്സ്, നോർവേ, സ്പെയിൻ, സ്വീഡൻ, സ്വിറ്റ്സർലാൻഡ്, ബ്രിട്ടൻ എന്നിവയാണ് യൂറോപ്യൻ സ്പേസ് ഏജൻസിയിലെ അംഗങ്ങൾ. 1998 നവംബർ 20 റഷ്യയുടെ സാരിയ കൺട്രോൾ മൊഡ്യൂളിൻ്റെ വിക്ഷേപണത്തോടുകൂടിയാണ് ഈ സ്പേസ് സ്റ്റേഷൻ്റെ നിർമ്മാണം തുടങ്ങിയത്. റഷ്യയുടെ പ്രോട്ടോൺ റോക്കറ്റാണ് നിർമ്മാണത്തിനുള്ള ആദ്യ പേടകം ബഹിരാകാശത്തിൽ എത്തിച്ചത്. പിന്നാലെ അമേരിക്കയുടെ ഏറ്റവും പ്രധാന മൊഡ്യൂൾ യൂണിറ്റി എത്തി. എൻഡവർ, ഡിസ്കവറി തുടങ്ങിയ സ്പേസ് ഷട്ടിലുകൾ പിന്നീട് കൂടുതൽ പേടകങ്ങളെയും അവ കൂട്ടിയോജിപ്പിക്കാനുള്ള ബഹിരാകാശ യാത്രികരെയും നിലയത്തിലെത്തിച്ചു. രാജ്യാന്തര ബഹിരാകാശ നിലയം ഓരോ 92.9 മിനിറ്റിലും ഭൂമിയെ വലം വയ്ക്കുന്നു. ദിവസവും ഏതാണ്ട് 16 തവണയാണ് ഈ വലം വയ്ക്കൽ. ഭൂമിയിൽ നിന്ന് ചന്ദ്രനിൽ പോയി തിരികെ വരാനുള്ളത്രയും ദൂരമാണ് ഒരു ദിവസം ISS സഞ്ചരിക്കുന്നത്. ഭൂമിയിൽ നിന്ന് ബഹിരാകാശ വിമാനം വിക്ഷേപിച്ചാൽ 4 മണിക്കൂറിനുള്ളിൽ ബഹിരാകാശ നിലയത്തിലെത്താം. US ഹൂസ്റ്റണിലും
റഷ്യയിലെ മോസ്കോയിലുമാണ് സ്പേസ് സ്റ്റേഷൻ്റെ കൺട്രോൾ സെൻ്ററുകൾ. 90 കിലോ വാട്ട് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന 8 സൗരോർജ്ജ പാനലുകളാണ് നിലയത്തിന് ആവശ്യമായ വൈദ്യുതി നൽകുന്നത്. 109 മീറ്റർ നീളവും 72.8 മീറ്റർ വീതിയുമായി ഒരു ഫുട്ബോൾ മൈതാനത്തിൻ്റെ വലിപ്പമുള്ള നിർമ്മിതിയാണ് ISS. ഒരേ സമയം 7 പേർക്ക് ISSൽ താമസിക്കാം. 462 ടൺ ഭാരമുള്ള സ്റ്റേഷനിൽ ഗവേഷണങ്ങൾക്കായി പ്രത്യേക ലാബുകളും മുറികളും കൂടാതെ 6 കിടപ്പുമുറികളും 2 ശുചിമുറികളുമുണ്ട്. ഗുരുത്വാകർഷണമില്ലാത്ത അവസ്ഥയിൽ പേശികളുടെ ആരോഗ്യ സംരക്ഷണത്തിനായി ഇതിലെ താമസക്കാർക്ക് 2 മണിക്കൂർ വ്യായാമം ചെയ്യേണ്ടതുണ്ട്. അതിനായി ഒരു ജിംനേഷ്യം ഇതിലുണ്ട്. 2000 നവംബർ 2-നാണ് ബഹിരാകാശ നിലയത്തിൽ ബഹിരാകാശ യാത്രികർ താമസം തുടങ്ങിയത്. റഷ്യക്കാരായ സെർജി ക്രിക്കാലേവും യൂറി ഗിഡ്സെൻകോയും അമേരിക്കയുടെ ബിൽ ഷെപ്പേർഡുമായിരുന്നു ആദ്യ സംഘത്തിലെ അംഗങ്ങൾ. കൂടുതൽ കാലം തുടർച്ചയായി ബഹിരാകാശത്ത് താമസിച്ചത് വലേറി പോളിയാക്കോവാണ്. റഷ്യൻ ബഹിരാകാശ സഞ്ചാരിയായ പോളിയാക്കോവ് 1994 മുതൽ 1995 വരെ 437 ദിവസവും 18 മണിക്കൂറും തുടർച്ചയായി നിർനിലയത്തിൽ താമസിച്ചു. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം താമസിച്ച് റെക്കോർഡിട്ടത് റഷ്യൻ ബഹിരാകാശ സഞ്ചാരിയായ ഒലേഗ് കൊണോനെൻകോയാണ്. 5 തവണ ISSൽ 1110 ദിവസവും 14 മണിക്കൂറും 57 മിനിറ്റുമാണ് ചെലവഴിച്ചത്. 2024 ഫെബ്രുവരി 4-നാണ് ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശത്ത് താമസിച്ച ഗന്നഡി പദാൽക്കയുടെ റെക്കോർഡ് കൊണോനെൻകോ തകർത്തത്. ഇതുവരെ 280-ലേറെ പേരാണ് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ താമസിച്ചിട്ടുള്ളത്. 120 രാജ്യങ്ങളിൽ നിന്നുള്ള 3000-ലേറെ ഗവേഷണ പദ്ധതികൾ ISSൽ നടന്നു കഴിഞ്ഞു. സുനിത വില്യംസിൻ്റെ 3ാമത്തെ ബഹിരാകാശ യാത്രയാണ് ഇപ്പോൾ ലോകമെങ്ങും ആകാംക്ഷയോടെ വീക്ഷിച്ചത്. ഇതിനു മുൻപ് 2 തവണയായി 321 ദിവസം സ്പേസ് സ്റ്റേഷനിൽ കഴിഞ്ഞിട്ടുള്ള ആളാണ് സുനിത. ബഹിരാകാശത്ത് അടുപ്പിച്ച് ഏറ്റവും അധികം നാൾ കഴിഞ്ഞ വനിതയെന്ന റെക്കോർഡും സുനിത വില്യംസിൻ്റെ പേരിലാണ്. കൽപ്പന ചൗളയ്ക്ക് ശേഷം ബഹിരാകാശത്തെത്തുന്ന 2ാമത്തെ ഇന്ത്യൻ വംശജ എന്ന ഖ്യാതിയുള്ള സുനിതയുടെ പേരിൽ സ്പേസ് സ്റ്റേഷന് പുറത്തിറങ്ങി 50 മണിക്കൂറും 40 മിനിറ്റും ബഹിരാകാശ നടത്തം നടത്തിയെന്ന റെക്കോർഡുമുണ്ട്. വിനോദസഞ്ചാരികളെയും ആകർഷിക്കുന്ന ഒരിടമായി മാറിക്കഴിഞ്ഞു രാജ്യാന്തര സ്പേസ് സ്റ്റേഷൻ. US ബിസിനസ്സുകാരനായ ഡെന്നിസ് ടിറ്റോയാണ് ISSലെത്തിയ ആദ്യ വിനോദസഞ്ചാരി. അനോഷെ അൻസാരിയാണ് ISSലെത്തിയ ആദ്യ വനിതാ ടൂറിസ്റ്റ്. ഇന്ത്യക്കാരനായ ആദ്യ ബഹിരാകാശ ടൂറിസ്റ്റ് എന്ന ബഹുമതി ഗോപിചന്ദ് തോട്ടക്കുറയ്ക്കാണ്. ആന്ധ്രാപ്രദേശ് വിജയവാഡ സ്വദേശിയായ ഗോപിചന്ദ് ജെഫ് ബെസോസിൻ്റെ കമ്പനിയായ ബ്ലൂ ഒറിജിൻ ദൗത്യത്തിൽ 2024-ലാണ് ISSലെത്തിയത്. റിട്ടയർഡ് വിംഗ് കമാൻഡർ രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യൻ പൗരനും ഗോപിചന്ദാണ്. സോയൂസ് T-11 സോവിയറ്റ് പേടകത്തിൽ 1984 ഏപ്രിൽ 3-നാണ് രാകേഷ് ശർമ്മ ബഹിരാകാശത്തെത്തി ചരിത്രം സൃഷ്ടിച്ചത്. 7 ദിവസവും 21 മണിക്കൂറും 40 മിനിറ്റുമാണ് രാകേഷ് ശർമ്മ ഭൂമിയെ വലം വെച്ച് ബഹിരാകാശത്ത് ചെലവിട്ടത്. ഒരു വിവാഹത്തിനും രാജ്യാന്തര ബഹിരാകാശ നിലയം വേദിയൊരുക്കിയിട്ടുണ്ട്. റഷ്യയുടെ യൂറി മാലൻചെങ്കോ ISSൽ താമസിക്കുമ്പോഴാണ് സ്വദേശത്തായിരുന്ന എക്കാറ്ററീന ഡിമിത്രിയേവിനെ ഹോട്ട്ലൈൻ സംവിധാനത്തിലൂടെ വിവാഹം ചെയ്തത്. US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ISSൽ നിന്നുള്ളവർ വോട്ട് ചെയ്യുന്നത് പതിവായി കഴിഞ്ഞു. ഒരു സിനിമയുടെ ചിത്രീകരണവും നിലയത്തിൽ നിന്നുണ്ടായിട്ടുണ്ട്. ദ ചാലഞ്ച് എന്ന സിനിമയാണ് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ നിന്ന് ഭാഗികമായി ഷൂട്ട് ചെയ്ത് സ്ക്രീനിലെത്തിയത്. കാലപ്പഴക്കം മൂലം ഇപ്പോഴത്തെ രാജ്യാന്തര നിലയത്തിൻ്റെ പ്രവർത്തനം അവസാനിപ്പിക്കാനും തീരുമാനമായിട്ടുണ്ട്. 2031-ൽ നിലയം തിരിച്ചിറക്കുമെന്നാണ് നാസ അറിയിച്ചിട്ടുള്ളത്. ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ബഹിരാകാശ നിലയത്തിൻ്റെ വലിയൊരു പങ്കും കത്തിയമരും. ബാക്കിയുള്ളവ ദക്ഷിണ പസഫിക്കിൽ വീഴ്ത്താനാണ് നാസയും സംഘവും തയ്യാറെടുക്കുന്നത്. രാജ്യാന്തര ബഹിരാകാശ നിലയം കൂടാതെ ഒരു സ്പേസ് സ്റ്റേഷൻ കൂടി നിലവിൽ ബഹിരാകാശത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ചൈനയുടെ ബഹിരാകാശ നിലയമായ ടിയാൻഗോങ് ആണത്. ഭൂമിയിൽ നിന്ന് 400-450 കിലോമീറ്റർ അകലെയാണ് 2022-ൽ നിർമ്മാണം പൂർത്തിയാക്കിയ ടിയാൻഗോങ്ങിൻ്റെ പ്രവർത്തനം. ബഹിരാകാശത്ത് സ്വന്തം വിലാസം സ്ഥാപിക്കാൻ ഇന്ത്യയും തയ്യാറെടുക്കുകയാണ്. ഇന്ത്യയുടെ ബഹിരാകാശ നിലയമായ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ 2035-ൽ യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമങ്ങളിലാണ് ഇസ്രോ. ഭൂമിയിൽ നിന്ന് 400 കിലോമീറ്റർ അകലെയാകും ഇന്ത്യയുടെ സ്റ്റേഷൻ പ്രവർത്തിക്കുക. ഇതിൽ ആദ്യ മൊഡ്യൂൾ 2028-ൽ വിക്ഷേപിക്കും. തുടർ വർഷങ്ങളിൽ ബാക്കി 4 മൊഡ്യൂളുകളും ബഹിരാകാശത്ത് എത്തിക്കും. മറ്റൊരു വിഷയമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം.